ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബീഫ് ബ്രൗസർ എക്സ്പ്ലോയിറ്റേഷൻ ഫ്രെയിംവർക്കിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതുവരെ WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്താൽ, അതായത് WPA2 പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്ത ശേഷം അത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് ഒരു നെറ്റ്വർക്കിനുള്ളിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ആ ഒരു നെറ്റ്വർക്കിന് നിങ്ങൾ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് അവിടെ എങ്ങനെ പെർഫോം ചെയ്യാം എന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു നെറ്റ്വർക്കിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡേഞ്ചറസ് അറ്റാക്സ് പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു നെറ്റ്വർക്കിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് വെച്ചാൽ ബീഫ് ഫ്രെയിംവർക്കിനെ പറ്റിയാണ്. എനിക്ക് പേഴ്സണലായി ഒരുപാട് ഇഷ്ടമുള്ളൊരു ടൂളാണ് ബീഫ് ഫ്രെയിംവർക്ക്. ഇത് കെലി ലിനക്സിനുള്ളിലും അതേപോലെ പാരറ്റോയ്സിനുള്ളിലും ഡീഫോൾട്ടായി വരുന്ന ഒരു ടൂളാണ്. നമുക്കിപ്പോൾ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഡിവൈസസിൻ്റെ ബ്രൗസർ ഒരു ബാക്ക് ഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അവരുടെ സിസ്റ്റം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. ഓക്കെ, അതായത് ജസ്റ്റ് ഇപ്പോൾ അവരിപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതൊരു PDF ആയിരിക്കാം, അതേപോലെ ചിലപ്പോൾ അതൊരു ഇമേജ് ആയിരിക്കാം, ഓഡിയോ ഫയൽ ആയിരിക്കാം, ഇനി എന്തെങ്കിലും ഒരു EXE ഫയൽ ആയിരിക്കാം, എന്തായിക്കോട്ടെ. അതിനുള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മലീഷ്യസ് കോഡൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അവരെന്ത് തന്നെ ഡൗൺലോഡ് ചെയ്താലും നമ്മുടെ ബാക്ക് ഡോർ അതിനുള്ളിലൂടെ കയറ്റി വിടാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പുറകെ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഞാനിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റ് മെഷീൻ വിൻഡോസ്. ഇതിൻ്റെ ബ്രൗസറിനുള്ളിൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ബ്രൗസർ ഹുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബീഫ് എന്ന് പറയുന്നത് എന്താണ്, ബ്രൗസർ ഹുക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനുള്ളിൽ ഫയർഫോക്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രൗസർ ഹുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വേറൊന്നുമില്ല, ഞാൻ കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സോഫ്റ്റ്വെയർസൊക്കെ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് നമ്മുടെ മെയിൻ ഹോസ്റ്റ് മെഷീൻ്റെ ബ്രൗസർ ഹുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിർച്വൽ ബോക്സിനുള്ളിൽ ഒരു കെലി ലിനക്സും അതേപോലെ ഒരു വിൻഡോസും, ഓക്കെ, ഒരു വിൻഡോസ് 10 അതേപോലെ കെലി ലിനക്സും റൺ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക്, ഈ ഒരു വിർച്വൽ നെറ്റ്വർക്കിലൂടെ ആയിരിക്കും നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, അറ്റാക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാബ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ എന്ത് ചെയ്തു, വിർച്വൽ ബോക്സ് എടുത്തു. വിർച്വൽ ബോക്സ് എടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫയലിൽ പോയി പ്രിഫറൻസിൽ പോവുക. അവിടെ നെറ്റ്വർക്കിൻ്റെ സെക്ഷനുള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ആഡ് ഐക്കൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാറ്റ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ നാറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം വിൻഡോസ് 10ൻ്റെ സെറ്റിങ്സിൽ നെറ്റ്വർക്കിൽ വന്ന ശേഷം അറ്റാച്ച്ഡ് ടു, ഓക്കെ, അഡാപ്റ്റർ 1 എങ്ങോട്ട് ഇടുക, അറ്റാച്ച്ഡ് ടു നാറ്റ് നെറ്റ്വർക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ നാറ്റ് നെറ്റ്വർക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടിനും കെലി മെഷീനും എന്ത് ചെയ്യുക, അതേ നെറ്റ്വർക്കിൽ തന്നെ ഇടുക. ജസ്റ്റ് സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്ന ശേഷം എന്താണ്, നെറ്റ്വർക്ക് ഉണ്ട്, അവിടെ നാറ്റ് നെറ്റ്വർക്ക് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ നമുക്ക് മൊത്തം 4 അഡാപ്റ്റേഴ്സ് ഉണ്ട്. 4 നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഒരു മെഷീൻ തന്നെ കണക്ട് ചെയ്യാനൊക്കെ ഇടാൻ പറ്റും. ഇതൊക്കെ എന്താ പറയുക, ഒരു ലാബ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ കെലി മെഷീനും അതേപോലെ വിൻഡോസും എന്താണ്, ഒരു നെറ്റ്വർക്കിനുള്ളിലാണ്. ഇതിന് രണ്ടിനും ഈതർനെറ്റ് യൂസ് ചെയ്ത് ഈ വിൻഡോസ് 10, അതായത് നമ്മുടെ ഹോസ്റ്റ് മെഷീൻ ഒരു റൗട്ടർ ആണെന്നാണ് ഈ 2 മെഷീനും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 മെഷീനും ഈതർനെറ്റ് യൂസ് ചെയ്താണ് ഈ ഒരു റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ 2 മെഷീനും വിചാരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കെലി ഒന്ന് ഷോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, കണ്ടോ, വയേർഡ് കണക്റ്റഡ് എന്ന് അവർ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം. ഒന്ന് മിനിമൈസ് ചെയ്ത ശേഷം ഈ ഡിവൈസിൽ പോവുക. അവിടെ നെറ്റ്വർക്ക് വന്നതുകൊണ്ട് കണക്ട് ടു നെറ്റ്വർക്ക് അഡാപ്റ്റർ ഇവിടെ ടിക്കാണ്. ഇത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വയർ ഡിസ്കണക്റ്റ് ആവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ വൈഫൈ കാർഡൊക്കെ പ്ലഗ് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കെലി ലിനക്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വിൻഡോസ് കണക്ട് ചെയ്തിരിക്കുന്ന അതേ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വിൻഡോസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ സംബന്ധിച്ച് ഒരു റൗട്ടറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഫുൾ സ്ക്രീനിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ഡീഫോൾട്ടായി വരുന്ന ഒരു ടൂളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ബീഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതെടുക്കാം, ബീഫ് സ്റ്റാർട്ട് എടുക്കുക. അപ്പോൾ എക്സിക്യൂട്ടിങ് സുഡോ ബീഫ്. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി എന്താണ്, ഒരു റൂട്ട് പ്രിവിലേജോടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൽ ലോഗിൻ ആയിട്ടുള്ളത്. ആക്ച്വലി ഒരു OVA ഫയലാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്തായിട്ടുണ്ട്, ഫയർഫോക്സ് ഓപ്പൺ ആയ ശേഷം ഫയർഫോക്സ് ഓപ്പൺ ആയിട്ട് ആ ഒരു എന്താ പറയുക, ബീഫിൻ്റെ ലോഗിൻ പേജ് വരുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ
ആദ്യമായിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴാണ് ആദ്യമായിട്ട് ബീഫിൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിയേർഡായിട്ട് തോന്നും. പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് റീട്രൈ കൊടുക്കാം. ഇപ്പം എന്തുണ്ട്, ബീഫ് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബീഫ് ഫ്രെയിംവർക്ക് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചോദിക്കും, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാസ്വേഡാണ് നിങ്ങൾ ഈ ഒരു ലോഗിൻ പാനലിൽ കൊടുക്കേണ്ടത്. യൂസർ നെയിം എന്താണ്, ബീഫ് എന്നാണ്, BEEF. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, എൻ്റർ അടിച്ച് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോഴേക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ ബ്രൗസേഴ്സ് ഉണ്ട്, അതേപോലെ ഓഫ്ലൈൻ ബ്രൗസർ ഉണ്ട്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഹുക്ക് ചെയ്ത ബ്രൗസറാണ്. അപ്പോൾ ആ ഹുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓൺലൈൻ ബ്രൗസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിനുള്ളിൽ തന്നെ, നെറ്റ്വർക്കിനുള്ളിൽ മാത്രം, അതായത് ബീഫിന് നമുക്ക് വാനിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്താ ചെയ്യുന്നത്, ലാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിൽ ഏതൊക്കെ ബ്രൗസറുണ്ട്, നമ്മൾ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ബ്രൗസർ ഹുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ലൈവായിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. അതൊക്കെ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ബ്രൗസർ ഹുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി അയാളുടെ ബ്രൗസറിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു കോഡ് എക്സിക്യൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്രൗസർ എങ്ങനെയാണ് ഹുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഹുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഇവിടെ എന്തുണ്ട്, ഹുക്ക് സ്ക്രിപ്റ്റ്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള എല്ലാ ബ്രൗസറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു കോഡ്, ഓക്കെ, ഈ ഒരു കോഡ് അവരുടെ ബ്രൗസറിൽ റൺ ചെയ്താൽ മതി. അതെങ്ങനെ റൺ ചെയ്യിക്കാമെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, എൻ്റെ അപ്പാച്ചി വെബ് സെർവർ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ആ ഒരു അപ്പാച്ചി വെബ് സെർവറിൻ്റെ index.html ഫയലിനുള്ളിലേക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഞാൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിടുന്നു. ഓക്കെ, അതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട ശേഷം ഞാൻ എൻ്റെ വിൻഡോസിൽ വന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായി ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് അവിടെ എന്താവുന്നതായിരിക്കും, എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒരുപാട് വഴികളുണ്ട്. അതായത് ഇപ്പോൾ യൂസർ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DNS സ്പൂഫ് ചെയ്യാം. അതൊക്കെ നമ്മൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിൽ പറയുന്നുണ്ട്. DNS സ്പൂഫ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ അപ്പാച്ചി സെർവറിലേക്ക് അപ്പാച്ചി വെബ് സെർവറിലേക്ക് റീഡയറക്റ്റ് ചെയ്ത ശേഷം അവിടെ എന്തുണ്ട്, ഈ ഒരു കോഡുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ഒരു കോഡ്. ഓക്കെ, ഈ ഒരു പീസ് ഓഫ് കോഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്ത ശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റൂട്ടിൽ വാറിനുള്ളിൽ www HTML പോകുന്നു. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് LS കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, LS കൊടുത്താൽ ഇവിടെ എന്തുണ്ട്, ബാക്ക്ഡോർസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ മാത്രമേ എനിക്കുള്ളൂ. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു index.html ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, index.html ഇതിനുള്ളിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ifconfig കൊടുക്കുന്നു. ifconfig കൊടുക്കുമ്പോഴേക്കും 10.0.2.15 ഈ ഒരു ഇഥർനെറ്റ്, ഓക്കെ, ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്യാണ് നമ്മളിപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ IP അഡ്രസ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്തപ്പോഴേക്കും നമ്മുടെ ഇത് പോയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് സേവ് ചെയ്യുന്നു. Ctrl+O അടിക്കുന്നു, S അടിക്കുന്നു, Ctrl+X അടിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഒരു index.html ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഒന്ന് ക്യാറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് മാത്രം, അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു പേജ് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബ്രൗസർ ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അപ്പാച്ചി വെബ് സെർവർ ഒന്ന് ഓൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ IP എന്നുള്ളിടത്ത് ജസ്റ്റ് ഈ ഒരു IP എന്നുള്ളിടത്ത് നിങ്ങളുടെ IP അഡ്രസ്സ് കൊടുക്കുക. ഏത് ഇൻ്റർഫേസ് യൂസ് ചെയ്യണോ കണക്ട് ചെയ്യുന്നത് ആ ഒരു IP കൊടുക്കുക. ഇനി നിങ്ങൾ വാനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ട്സ് മൈ IP എന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത ശേഷം ആ ഒരു IP അഡ്രസ്സ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുക. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ റൗട്ടറിൽ ചെന്ന ശേഷം പോർട്ട് ഫോർവേഡിങ് എനേബിൾ ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സർവീസ് അപ്പാച്ചി ടു സ്റ്റാർട്ട്. ഓക്കെ, അപ്പാച്ചി സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എന്തായിട്ടുണ്ട്, അത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ബ്രൗസേഴ്സിൻ്റെ ഇവിടെ ഒന്നുമില്ല. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം,
ഓക്കെ, ഇതാണ് നമ്മുടെ വിൻഡോസ്. സോ വിൻഡോസിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ IP അഡ്രസ്സ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ കെലി മെഷീൻ്റെ IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വിൻഡോസ് മെഷീനിൽ ഫയർഫോക്സ് ഓപ്പൺ ചെയ്ത് അവിടെ എന്ത് ചെയ്തു, കെലി മെഷീൻ്റെ IP അഡ്രസ്സ് ആക്സസ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ index.html എന്താ ഉള്ളത്, ഒന്നുമില്ല. ആകെ ഒരു ജാവ സ്ക്രിപ്റ്റ് മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് എന്ത് ചെയ്തു, ഇത് എക്സിക്യൂട്ട് ചെയ്യുകയും ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ബീഫ് കൺട്രോൾ പാനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബ്രൗസേഴ്സിൻ്റെ അകത്ത് ഇത്രയും നേരം ഇല്ലാതിരുന്ന ഒരു IP അഡ്രസ്സ്, ഒരു ബ്രൗസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ ഇവരെന്ത് പറയുന്നുണ്ട്, ഒരു IP അഡ്രസ്സ് വരുന്നുണ്ട് 10.0.2.15. അതായത് എന്താണ് 10.0.2.15 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ IP അഡ്രസ്സ് ആണ്. അതേപോലെ പോർട്ട് എത്രയാണ്, 80 ആണ്. പിന്നെന്താണ്, അത് OS വിൻഡോസ് 10 എന്ന് പറയുന്നുണ്ട്. ഹാർഡ്വെയർ എന്താണ്, വിർച്വൽ മെഷീൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡ്സിൽ പോവാം. കമാൻഡ് സെക്ഷനുള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഈ കമാൻഡ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബ്രൗസറിലൂടെ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഞാനതൊന്നും കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കുക, ഓരോ കമാൻഡും എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമാൻഡ് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വേണോ ചെയ്യാം. അതായത് ഒരു ഫേക്ക് ലോഗിൻ അപ്ഡേറ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം. അത് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ചിലർക്ക് നമുക്ക് എന്ത് വരും, ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് ആക്സസ് തരുന്ന അത്രത്തോളം ഡേഞ്ചറായിട്ടുള്ള അറ്റാക്കുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ ആക്ച്വലി അതൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ മൊഡ്യൂളും എന്താണ്, എന്തിനാണ്, ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ചാനലിന് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് index.html ഒരു വെബ്സൈറ്റ് കൊണ്ടുപോയിടാം. ഓക്കെ, ആ ഒരു വെബ്സൈറ്റേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ ആക്സസ് ആകത്തുള്ളൂ. അപ്പോൾ ഏതൊരു വെബ്സൈറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഡ് ഇൻജെക്റ്റ് ചെയ്ത് വിടാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ മാൻ ഇൻ ദ മിഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജാവാ സ്ക്രിപ്റ്റ് യൂസർ ലോഡ് ചെയ്യുന്ന ആ ഒരു പേജിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, വേറെ തന്നെയായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കിയത്, ജസ്റ്റ് ബീഫ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ബ്രൗസർ ഹുക്ക് ചെയ്യുന്നത്, ഹുക്ക് ചെയ്താൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എനിവേ ജസ്റ്റ് എന്ത് ചെയ്യാം, ബീഫ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ടൂൾസിൽ പോയ ശേഷം ബീഫ് സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ബീഫ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ പറ്റും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക.